അപ്പോൾ മഴയെന്ന് പറയുന്നത് എല്ലാം ഖൈറിന്റെ രൂപത്തിലാണെങ്കിലും ചില ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ പരീക്ഷണമായിട്ട് ശിക്ഷയുടെ രൂപത്തിലും വരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതേ മഹത്തുക്കളാകുന്ന ഇമാമിങ്ങൾ പറയുന്നു, ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോ അതുവരെ ഉണങ്ങിക്കിടന്ന പ്രതിഭാസങ്ങളെല്ലാം ഭൂമിയിലേക്ക് മഴ വർഷിക്കുമ്പോ, മഴ തുടങ്ങുമ്പോ ഭൂമിയിൽ വരണ്ട് കിടന്ന സസ്യങ്ങളും അതുപോലെ മരങ്ങളും വരണ്ട് കിടന്ന നെൽപ്പാടങ്ങളും പുഴകളും തോടുകളും അതുപോലെ മനുഷ്യന് ആവശ്യമായ എന്തെല്ലാം ഉണ്ട് വരണ്ട് കിടന്നതെല്ലാം ആ സ്ഥലങ്ങളെല്ലാം ജീവൻ തുടിക്കുന്ന സസ്യങ്ങളാൽ നിറയുന്നു, ഭംഗിയുള്ള പുൽച്ചെടികളാൽ നിറയുന്നു, നല്ല ഭംഗിയുള്ള പൂക്കളാൽ നിറയുന്നു. ഉണങ്ങിക്കിടന്ന ചെടികളൊക്കെ വീണ്ടും തളർന്നു വരികയാണ്, തളർത്ത് കിളിച്ചു വരികയാണ്. ഇത് നൽകുന്ന പാഠം എന്താണെന്നറിയുമോ? മഹാന്മാരാകുന്ന ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു, പുനർജന്മത്തെ കുറിച്ച്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് സത്യവിശ്വാസികൾക്ക് ഇത് ബോധമാണെന്ന് മഹാന്മാരാകുന്ന ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരാൾ മരണപ്പെട്ടാൽ ആ മരണത്തിന് ശേഷം ഒരു പുനർജീവനമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഖബർ ജീവിതമുണ്ട്. മരിക്കലോടുകൂടി എല്ലാം അവസാനിച്ചു എന്നല്ല, മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നല്ല. അതേ മരണമെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്നത് അത് മരണത്തോടുകൂടിയാ. അതാണ് ഈ മഴ വർഷിക്കലോടുകൂടി നമുക്ക് നൽകുന്ന പാഠം. വരണ്ട് കിടന്ന ഭൂമി, മരിച്ചു കിടന്ന ഭൂമി, മരണപ്പെട്ട് കിടന്ന സസ്യങ്ങള്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ വരണ്ട് കിടന്നു. അങ്ങനെ മരണപ്പെട്ട് കിടന്നപ്പോ അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന മഴ വർഷിക്കുന്നു. ആ മഴയോടുകൂടി മരണപ്പെട്ട് കിടന്നതെല്ലാം പിന്നെയും പിന്നെയും കിളിർത്തു വരികയാ. ഇത് മരണത്തിന് ശേഷം പുനർജീവനമുണ്ട് എന്നുള്ളൊരു ബോധമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മഴ നമുക്കൊരു പാഠവും കൂടിയാണ്, നിഷേധിക്കുന്നവർക്ക് തെളിവാണ്. അതേ അല്ലാഹുവിന്റെ വിശുദ്ധമാകുന്ന ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, വല്ലാഹുല്ലദീ അർസലന്നിയാഹ ഫതുശീറു സഹാബൻ ഫസുഖിനാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യൈനാ ബിഹിൽ അർള ബഅദ മൗതിഹാ കദാലികൻ നുശൂർ. മരണപ്പെട്ട് കിടന്ന ഭൂമിയെ അല്ലാഹു തആല പുനർജീവിപ്പിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണത്തിന് ശേഷം ഒരു പുനർജീവനമുണ്ട് എന്നതിലേക്ക് ഒരു പാഠവും കൂടിയാണ് ഈ വരൾച്ചയ്ക്ക് ശേഷം വരുന്ന കാലവർഷം എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മനുഷ്യനത് മനസ്സിലാക്കുന്നില്ല, നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ചിന്തയിൽ അത് കടന്നു വരുന്നില്ല. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലൗലൽ ബഹായിമു ലം യംതുറു നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ലൗലൽ ബഹായിമു, ഈ ഭൂമിയിൽ മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ ലം യംതുറു, അല്ലാഹു തആല മഴ വർഷിപ്പിക്കുമായിരുന്നില്ല നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഭൂമിയിൽ മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വെച്ചാണ് മഴ വർഷിക്കുന്നതെങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെ മഴ ഉണ്ടാക്കാൻ? മനുഷ്യൻ തിന്മയിലൂടെ ജീവിക്കുന്നു. നന്മയേക്കാൾ കൂടുതൽ അവനിക്ക് പറയാനുള്ള തിന്മയായിരിക്കും. അതുകൊണ്ട് ആ തിന്മയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മഴ അല്ലാഹു തആല നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നന്മയുടെ അടിസ്ഥാനത്തിലാണ് മഴ നൽകുന്നതെങ്കിൽ മനുഷ്യന്റെ നന്മയുടെ തുലാസ് താഴെയാ.
തിന്മയുടെ തുലാസ് മുകളില്. അപ്പൊ മഴ വർഷിക്കാൻ പറ്റില്ല, മഴ ഉണ്ടാകില്ല. അപ്പൊ തിന്മ നോക്കിയിട്ടില്ല, മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ലൗലൽ ബഹാഇമു ലം യംതുറു. ഒരു തെറ്റും ചെയ്യാത്ത ധാരാളം മിണ്ടാപ്രാണികളെ ഭൂമിയിൽ വെള്ളമില്ലാതെ വലയുന്നുണ്ട്. അവർക്കൊരു തുള്ളി വെള്ളം കിട്ടാതെ പക്ഷികളും പറവകളും മൃഗങ്ങളും ജീവജാലങ്ങളും ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൃഗങ്ങളും പക്ഷികളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ മഴ വർഷിപ്പിക്കില്ലായിരുന്നു. അവരുടെ പ്രാർത്ഥനയും അവരുടെ കണ്ണുനീരുമാണ് അല്ലാഹു നമുക്ക് പിന്നെയും പിന്നെയും മഴ തരുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ നോക്കുക, അല്ലാഹുവിന്റെ ഹബീബ് വലിയൊരു പാഠമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഈ റഹ്മത്ത് നമുക്ക് വേണം. അല്ലാഹു തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ഖൈറായ രൂപത്തിൽ. അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ പറഞ്ഞു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദീഖു മിൻ റൗഹില്ലാഹ്. ഈ മഴയും കാറ്റും കാലവർഷം എന്ന് പറയുന്നത് മിൻ റൗഹില്ലാഹി, അല്ലാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. അത് തഖ്തി ബിറഹ്മതി വബിൽ അദാബി. ആ കാലവർഷം ചിലപ്പോൾ റഹ്മത്തായിട്ടും വരും, വബിൽ അദാബി ശിക്ഷയായിട്ടും വരും. റഹ്മത്തായിട്ടും കാലവർഷം വരും, ശിക്ഷയായിട്ടും കാലവർഷം വരും. അതുകൊണ്ട് വലാ തസബ്ബുഹാ, ആ കാലവർഷത്തെ നിങ്ങൾ ചീത്ത പറയരുത്. വസ്സലുല്ലാഹ മിൻ ഖൈരിഹാ വഊദു മിൻ ശർരിഹാ. അങ്ങനെ കാലവർഷം തിമിർത്ത് പെയ്യുമ്പോ, മഴ കഠിനമാകുമ്പോൾ നിങ്ങൾ എന്ത് വേണം? വസ്സലുല്ലാഹ മിൻ ഖൈരിഹാ, ആ മഴയിൽ നിന്നും ആ കാലവർഷത്തിൽ നിന്നും ഖൈറിനെ നിങ്ങൾ ചോദിക്കണം. വഊദു മിൻ ശർരിഹാ, ആ കാലവർഷത്തിന്റെ ശർറിനെ നിങ്ങൾ കാവൽ തേടണം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം മഴയിൽ കാലവർഷത്തിൽ ഖൈറുണ്ട്. അതുകൊണ്ട് ആ ഖൈറിനെ നിങ്ങൾ ചോദിക്കണം, ശർറിനെ നിങ്ങൾ കാവൽ തേടണം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ മഴ വർഷിപ്പിക്കാൻ നമ്മുടെ മനസ്സിൽ പല ചിന്തയാണ്. മഴ വരുമ്പോൾ, വെള്ളം കയറുമ്പോൾ, ചിലപ്പോ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അല്ലാഹു പൂർണ്ണ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ എന്താ ചിന്തകൾ കടന്നു വരും. വളരെ വിഷമകരമാകുന്ന വർത്തമാനങ്ങൾ പോലും നമ്മുടെ നാവിലൂടെ വരും. എത്രയോ മോശമായ വർത്തമാനങ്ങൾ നാവിലൂടെ വരുന്നവരുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ലാ തസബ്ബുദ്ദഹ്റ, നിങ്ങൾ കാലഘട്ടത്തെ ചീത്ത പറയരുത്. മഴ കൂടുതലാകുമ്പോൾ, വെള്ളം കയറുമ്പോൾ, ആ വെള്ളം കയറിയതിനെയും മഴ കൂടിയതിനെയും അതുപോലെ ചൂട് കൂടിയതിനെ നിങ്ങൾ ചീത്ത പറയരുത്. ഫഇന്നല്ലാഹു വദ്ദഹർ, കാരണം അല്ലാഹു തആലയാണ് ദഹ്ർ. ഫഇന്നി അനദ്ദഹ്റ, ഞാൻ ദഹ്റാണെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ കാലഘട്ടത്തിനെ, കാലവർഷത്തിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, അവിടെ അല്ലാഹുവിനെയാണ് നാം ആക്ഷേപിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, കാനൂ ഫിൽ ജാഹിലിയ്യ, പഴയകാല ജാഹിലീങ്ങളാകുന്ന വിവരമില്ലാത്ത സമുദായം, യഖൂലൂന, അവർ പറയുമായിരുന്നു, മാ യുഹ്ലികുനാ ഇല്ല ദഹ്റ, ഞങ്ങളെ ഈ കാലമാണ് നശിപ്പിച്ചു കളഞ്ഞത്, മഴയാണ് ഞങ്ങളെ ഇല്ലാതാക്കിയത്, മഴ കാരണമാണ് കച്ചവടം ഇല്ലാതായത്, മഴ കാരണമാണ് ബുദ്ധിമുട്ടുണ്ടായത്. ഇങ്ങനെ ജാഹിലീങ്ങളാകുന്ന ആളുകൾ പറയുമായിരുന്നു. ഫഅൻകറല്ലാഹു അലൈഹിം ദാലിക, ഈ പറച്ചിലുകൾ അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചു. കാരണം ഫദ്ദഹ്റു ഹുവസ് സമാൻ, കാരണം കാലം എന്ന് പറയുന്നത്, ഈ കാലവർഷം എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് അല്ലാഹുവാണ്. അവന്റെ തീരുമാനമനുസരിച്ചാണ്. ആ തീരുമാനത്തിനെയാണ് നീ ചോദ്യം ചെയ്യുന്നത്. ഫലാ യജൂസുൽ മുസ്ലിമു യസുബ്ബദ്ദഹ്റ വലാകിൻ യുജാഹിദു നഫ്സഹു ഫീ ത്വാഅത്തില്ലാഹി വറസൂലിഹി. അതുകൊണ്ട് മുസ്ലിമായ മനുഷ്യ, നിനക്ക് അനുവദനീയമല്ല അന്നസുബ്ബദ്ദഹ്റ അയസുബ്ബദ്ദഹ്റ, കാലത്തെ നിങ്ങൾ ചീത്ത പറയൽ അനുവദനീയമല്ല. വലാകിൻ യുജാഹിദു നഫ്സഹു ഫീ ത്വാഅത്തില്ലാഹി വറസൂലിഹി,
മറിച്ച് നീ എന്ത് വേണോ ആ കാലവർഷത്തിനെ പഴിക്കാതെ, മഴയെ കുറ്റപ്പെടുത്താതെ, പ്രളയം അതുപോലെ വെള്ളത്തിനെ കുറ്റപ്പെടുത്താതെ, ചൂടിനെ ആക്ഷേപിക്കാതെ നീ എന്ത് വേണം? യുജാഹിദു നഫ്സഹു ഫീ ത്വാഅത്തില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെ വഴിപ്പെടുകയും അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്ത് എടുത്തുകൊണ്ട് അല്ലാഹുവിനോട് നീ ദുആ ചെയ്തു. ആ പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു നിനക്ക് അനുകൂലമാക്കി തരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ